ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് നമുക്ക് കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ അച്ചീവ്മെൻറ്റ് റിവാർഡ്സിൽ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതോടൊപ്പം അടുത്തായിട്ട് വരാൻ പോകുന്ന മിസ്റ്റർ ഷോപ്പ് ഏതാണെന്ന് നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന ലക്കി വീൽ ഇവന്റിനെ പറ്റി നോക്കുന്നുണ്ട്. അതോടൊപ്പം സീസൺ 47 BR റിവാർഡിനെ പറ്റി നോക്കുന്നുണ്ട്. അതോടൊപ്പം CS റാങ്ക്ഡിലെ റിവാർഡിനെ പറ്റിയും നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറേ റിംഗ് ഇവന്റും കാര്യങ്ങളും വരുന്നുണ്ട്. അതിനെപ്പറ്റി ഈ ഒരു വീഡിയോ കൂടെ നോക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് തന്നെ പോകാം. ഫസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ ഗെയിമിലോട്ട് അടുത്തായിട്ട് വരാൻ പോകുന്ന ഇവോ ഗണ്ണിനെ പറ്റിയാണ്. ഇവിടെ കാണുന്ന പോലെ നമ്മുടെ ഇവോ M60 ആണ് അടുത്ത ഇവോ ഗണ്ണായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത്. ഈ ഒരു ഇവോ ഗണ്ണിൽ നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള കുറേ ആനിമേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ കാണുന്ന പോലെയാണ് നമ്മുടെ ഫയർ ചെയ്യുമ്പോഴുള്ള ആനിമേഷനും കാര്യങ്ങളും വരുന്നത്. അതുപോലെ ഡബിൾ കില്ല്, ട്രിപ്പിൾ കില്ല് എടുക്കുമ്പോഴൊക്കെയുള്ള ആനിമേഷനും കാര്യങ്ങളൊക്കെ ഇതേപോലെയാണ് വരുന്നത്. അപ്പോൾ അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നമ്മുടെ ഇവോ ഗൺസിൽ ഇങ്ങനത്തെ ആനിമേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു ഇവോ M60 എന്നാണ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതെന്ന് നോക്കുവാണെങ്കിൽ ഡിസംബർ 2-ാം തീയതി ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇവോ വാൾട്ട് വഴിയായിരിക്കും ഈ ഒരു M60 വരുന്നത്. അതുപോലെ തന്നെ നവംബർ 4-ന് നമ്മുടെ ഗെയിമിലോട്ട് വേറൊരു റിംഗ് ഇവന്റ് വരുന്നുണ്ട്. അതിലാണെങ്കിൽ നമുക്ക് ഇവിടെ കാണുന്ന ഈ ഒരു മെയിലിന്റെ ബണ്ടിലും അതോടൊപ്പം ഈ ഒരു ഫീമെയിലിന്റെ ബണ്ടിലും വരുന്നുണ്ട്. അത്യാവശ്യം നൈസ് ആയിട്ടുള്ള ഒരു ബണ്ടിലാണ് ഈ ഒരു റിംഗ് ഇവന്റ് വഴി വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നവംബർ 8-ന് ഇവിടെ കാണുന്ന ഈ ഒരു പുതിയ ഗണ്ണ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നുണ്ട്. ഈ ഒരു ഗണ്ണിലാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഫയറിംഗ് ആനിമേഷൻ വരുന്നുണ്ട്. അതോടൊപ്പം പുതിയൊരു സ്കോപ്പ് ഈ ഒരു ഗണ്ണിനോട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗണ്ണ് നമ്മുടെ ഗെയിമിലോട്ട് നവംബർ 8-ാം തീയതി റിംഗ് ഇവന്റ് വഴിയായിരിക്കും വരാൻ പോകുന്നത്. അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ BR റാങ്കിൽ ഹീറോയ്ക്ക് അടിക്കുമ്പോൾ കിട്ടുന്ന റിവാർഡ്സിനെ പറ്റിയാണ്. നമ്മൾ 2 ഹീറോയ്ക്ക് അടിക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ഇമോട്ടാണ് കിട്ടാൻ പോകുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നോർമൽ ആയിട്ടുള്ള ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ 2 ഹീറോയ്ക്കൊക്കെ അടിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇമോട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ അടുത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു പാരച്യൂട്ടായിരിക്കും കിട്ടാൻ പോകുന്നത്. 4 ബുയ അടിക്കുമ്പോഴായിരിക്കും ഈ ഒരു പാരച്യൂട്ട് കിട്ടുന്നത്. പിന്നെ വരുന്നത് 8 ബുയ അടിക്കുമ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു MP5-ന്റെ സ്കിന്നാണ് കിട്ടുന്നത്. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് നോക്കുവാണെങ്കിൽ ഡബിൾ റേഞ്ച്, സിംഗിൾ ആർമർ പെൻട്രേഷൻ, അതോടൊപ്പം റേറ്റ് ഓഫ് ഫയർ ആണ് മൈനസ് ആയിട്ട് വരുന്നത്. പിന്നെ അവസാനമായിട്ട് 12 ഹീറോയ്ക്ക് അടിക്കുമ്പോഴാണ് ഇവിടെ കാണുന്ന ഈ ഒരു ബാൾജ് കിട്ടുന്നത്. പിന്നെ നോക്കാൻ പോകുന്ന അടുത്തായിട്ട് നമ്മുടെ സീസൺ ഗോൾ റിവാർഡാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു CS മാച്ച് കളിക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ലൂട്ട് ബോക്സ് കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് 30 ദിവസത്തേക്ക് ഇവിടെ കാണുന്ന ഒരു ഗ്ലൂ വാളും കിട്ടുന്നുണ്ട്. അടുത്തായിട്ട് നോക്കാൻ പോകുന്ന CS റാങ്കിലെ അടുത്ത സീസണിലെ റിവാർഡാണ്. ഡയമണ്ട് ഫസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉഡ്പക്കറിന്റെ സ്കിൻ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഹീറോയ്ക്ക് അടിക്കുകയാണെങ്കിൽ ഒരു ടീഷർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് ഗ്രാൻഡ് മാസ്റ്റർ അടിക്കുമ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു പരാങ്കിന്റെ സ്കിന്നും കിട്ടുന്നുണ്ട്. അടുത്തായിട്ട് നോക്കുന്നത് നമ്മുടെ BRലെ സീസൺ റിവാർഡാണ്. ഇവിടെ കാണുന്ന ഈ ഒരു സർഫ് ബോർഡാണ് ഫസ്റ്റ് റിവാർഡായിട്ട് വരുന്നത്. പിന്നെ 30 ഡേയ്സിന് ഇവിടെ കാണുന്ന ഈ ഒരു ഗ്ലൂവാളിന്റെ സ്കിന്നും കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഡയമണ്ട് ഫസ്റ്റ് ആകുമ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു വെക്ടറിന്റെ സ്കിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഹീറോയ്ക്ക് അടിക്കുമ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടീഷർട്ടാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഹീറോയ്ക്ക് അടിക്കുമ്പോൾ അവതാരം ബാനറും കിട്ടുന്നുണ്ട്. അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ അച്ചീവ്മെൻറ്റ് റിവാർഡ്സിൽ പുതിയ സെക്ഷൻ വന്നിട്ടുണ്ട്. അതിലാണെങ്കിൽ നമുക്ക് പുതിയതായിട്ട് എന്തോ കിട്ടാൻ പോകുന്നതെന്നാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ ഗരീന തന്നെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്ത അപ്ഡേറ്റ് ആണ്. ഇവിടെ കൊടുത്തിട്ടുള്ള ന്യൂ തീം, ന്യൂ റിവാർഡ്, അതോടൊപ്പം അച്ചീവ്മെൻറ്റും 2026 വരുമെന്നാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് നോക്കുവാണെങ്കിൽ ഒന്ന് വരുന്നത് നമ്മുടെ ഗ്ലൂവാളിൻ്റെ സ്കിന്നാണ്. ഇവിടെ കാണുന്ന ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ വരുന്ന ഈ ഒരു ഗ്ലൂവാളിൻ്റെ സ്കിന്നാണ് ഫസ്റ്റത്തെ റിവാർഡായിട്ട് വരുന്നത്. പിന്നെ നമുക്കൊരു അറൈവൽ ആനിമേഷനും വരാൻ ചാൻസ് ഉണ്ട്. ഇതെന്തായാലും അത്യാവശ്യം നൈസായിട്ടുള്ള അറൈവൽ ആനിമേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനി നോക്കാൻ പോകുന്നത് നമ്മുടെ ഗെയിമിൽ അടുത്തായിട്ട് വരാൻ പോകുന്ന മിസ്റ്ററി ഷോപ്പിനെ പറ്റിയാണ്. ഒരു മിസ്റ്ററി ഷോപ്പ് നമുക്കിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ നമുക്ക് അടുത്ത മിസ്റ്ററി ഷോപ്പ് വരാൻ പോവുകയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു മിസ്റ്ററി ഷോപ്പ് വരാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണമായിരുന്നു. എന്നാൽ ഇപ്പോഴാണെങ്കിൽ നമുക്ക് തുടരെ കുറേ മിസ്റ്ററി ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗെരീനയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയില്ല. ഇവിടെ കാണുന്ന ഈ ഒരു മെയിലിന്റെ ബണ്ടിലായിരിക്കും നമ്മുടെ ഫസ്റ്റ് റിവാർഡായിട്ട് വരാൻ പോകുന്നത്. ബണ്ടിലിനെ പറ്റി നോക്കുവാണെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബണ്ടിൽ എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വലിയ ആനിമേഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഒരു നോർമൽ ടൈപ്പ് ബണ്ടിലാണ്. പിന്നെ ബാക്കി റിവാർഡ്സ് നോക്കുവാണെങ്കിൽ എപ്പോഴത്തെയും പോലെ ലൂട്ട് ബോക്സ്, ബാക്ക് പാക്ക്, പാൻ, അങ്ങനത്തെ ചെറിയ റിവാർഡ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി അടുത്ത സെക്ഷനാണ് നമ്മുടെ ഫീമെയിൽ ബണ്ടിൽ വരുന്നത്. ഫീമെയിൽ ബണ്ടിൽ നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്നത് പോലെ ആയിരിക്കും ഫീമെയിൽ ബണ്ടിൽ വരുന്നത്. മെയിൽ ബണ്ടിലിനെ പോലെ തന്നെയാണ് ഫീമെയിൽ ബണ്ടിൽ. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബണ്ടിലാണ്. അങ്ങനെ വലിയ സംഭവമല്ലാത്തൊരു ബണ്ടിലാണ്. ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് ഈ ഒരു ഫീമെയിൽ ബണ്ടിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫീമെയിലിൻ്റെ ബണ്ടിലും നേരത്തെ കാണിച്ച മെയിലിൻ്റെ ബണ്ടിലായിരിക്കും മെയിൻ റിവാർഡായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മിസ്റ്ററി ഷോപ്പ് ഇഷ്ടമായില്ലെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ ഗെയിമിലോട്ട് അടുത്തായിട്ട് വരാൻ പോകുന്ന ലക്കി വീൽ ഇവന്റിനെ പറ്റിയാണ് നോക്കുന്നത്. ഫസ്റ്റത്തെ റിവാർഡ് നോക്കുവാണെങ്കിൽ നമ്മുടെ മെയിലിൻ്റെ ബണ്ടിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതാണ് നമ്മുടെ മെയിലിൻ്റെ ബണ്ടിൽ വരുന്നത്. ഈ ഒരു ബണ്ടിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നൈസായിട്ടുള്ള ഒരു ബണ്ടിലാണ്. ഷർട്ട് നോക്കുവാണെങ്കിൽ ഒരു ജാക്കറ്റ് ടൈപ്പാണ് ഈ ഒരു ഷർട്ട് വരുന്നത്. അതോടൊപ്പം ചെറിയ ആനിമേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബണ്ടിൻ്റെ കൂടെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഹെയറും വരുന്നുണ്ട്. അതോടൊപ്പം പാൻറ് നോക്കുവാണെങ്കിൽ, ഷൂ നോക്കുവാണെങ്കിൽ നൈസായിട്ടുള്ള ഒരു ബണ്ടിലാണ്. എനിക്കെന്തായാലും ഈ ഒരു ബണ്ടിലെ ജാക്കറ്റാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നമ്മുടെ ഫീമെയിൽ ബണ്ടിൽ നോക്കുവാണെങ്കിൽ മെയിൽ ബണ്ടിൽ പോലെ തന്നെയാണ്. ആ ഒരു തീമിലാണ് വന്നിരിക്കുന്നത്. ഫീമെയിൽ ക്യാരക്ടർ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബണ്ടിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.